ഞാൻ പറഞ്ഞു മക്കളെ പഴങ്കഞ്ഞിയും കൊടുക്കണം, അതിലല്പം സ്നേഹവും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആ വയറ് നിറയും. ഞങ്ങൾ കപ്പ കൊടുക്കുന്നുണ്ട്, മീൻകറി, പിന്നെ ചമ്മന്തി, അച്ചാറ്, കരുവാട്, പിന്നെ ഒരു പച്ചമുളക് ഉണ്ടാവും. വീട്ടുമുറ്റത്തൊരു പഴങ്കഞ്ഞി കട തുടങ്ങിയ ഒരു അമ്മയുടെ വീഡിയോയാണ് ഇന്നത്തെ. അമ്മ ഈ കട തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? സാഹചര്യം എൻ്റെ മോനൊക്കെ മരിച്ച് മാനസികമായിട്ടൊക്കെ ഒരു 5 കൊല്ലം ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അപ്പുറത്തുള്ളൊരു മോളാണ് എന്നെ ഇത് പ്രോത്സാഹിപ്പിച്ചത്. അടുത്ത വീട്ടില് നമുക്ക് എന്തെങ്കിലും ചെയ്യാമോ അമ്മ ഇങ്ങനെ ഇരുന്നാൽ കൂടെ. ആ മോളെനിക്ക് ഇന്നും ഹെൽപ്പാണ്. ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ അവനെ. അങ്ങനെയാണ് ഇന്ന് എന്നെ നോക്കുന്നത്. അങ്ങനെയാണ് ഇത് തുടങ്ങാൻ കാര്യം. എൻ്റെ മോൻ്റെ കൂട്ടുകാർ അവരുടെ ഹെൽപ്പിലാണ് ഞാൻ ഇന്നും ജോലിയിൽ എന്ത് കാര്യം കൊണ്ടെങ്കിൽ എൻ്റെ മക്കളാണ് വന്നത്. മനോജ് എന്നാണ് എൻ്റെ ഒരു മോൻ്റെ പേര്. അവനാണ് ഓടി എത്തണ എല്ലാത്തിനും. അതുപോലെ തന്നെ എല്ലാ മക്കളും. ആ മനോജ് മോനാണ് എന്താ വല്ല പൈസ സഹായമായാലും, എനിക്കൊരു സാധനം മേടിക്കാനായാലും, ഒരു ജോലിക്കാരെ നിർത്താനായാലും എൻ്റെ മോൻ്റെ കൂടെ ചോദിക്കാൻ ഞാൻ ഒന്നും ചെയ്യും. എൻ്റെ സ്വന്തക്കാരുടെ അല്ല ചോദിക്കുന്നത്, ആ മോൻ്റെ കൂടെ ഉണ്ട്. അവൻ്റെ അനുവാദം പഠിച്ച് ഞാൻ ഈ കടയിൽ എന്തും ചെയ്യും. മനസ്സിലായ? ക്രിസ്തുരാജ് എന്ന് പറഞ്ഞ അവനൊരു കടയുണ്ട് എല്ലാറ റോഡിൽ. മക്കൾക്കൊക്കെ അറിയാമായിരിക്കും. ആ മോനാണ് എന്ത് കാര്യത്തിനും എന്നെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ അവൻ ശബരിയിലെ കൂട്ടുകാരെല്ലാവരും. മോൻ്റെ പേര് ശബരി എന്നാണ്. അവൻ മരിച്ചതിന് ശേഷം എന്നെ അവൻ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടും എന്നെ അറിയിച്ചിട്ടില്ല. എന്ത് കാര്യം വന്നാലും അങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങാൻ കാര്യം. വീട്ടുമുറ്റത്ത് കട തുടങ്ങാനുള്ള ഒരു ആശയം എങ്ങനെ ഉണ്ടായതാണ്? മക്കളെ അങ്ങനെയല്ല, കട ഇല്ലല്ലേ. അങ്ങനെയാണ് അപ്പുറത്തൊരു കട ഒരു 7 മാസം നമ്മൾ നടത്തിയപ്പോൾ ഇവിടെ നിന്ന് വേവിച്ചൊക്കെ കൊണ്ടുപോകണം. അതങ്ങ് ബുദ്ധിമുട്ടായി. പിന്നെ എന്നെ കൊണ്ട് പറ്റാതായി. വേവും വിളമ്പും ജോലിക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ മതിയാക്കി ഒരുക്കിയപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ നാത്തൂൻ്റെ ഭർത്താവൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്താണ് ഇത് കട ഈ ഷെഡ് വെച്ചതാണ്. ഇവിടെ ഓരോന്നോരോന്നോരോന്ന് എറുമ്പ് കൂട്ടണൊക്കെ കൂട്ടിയാണ് ഈ കട ഇത്തരത്തിലുള്ള ആക്കിയെടുത്തത്. അല്ലാതെ സാമ്പത്തികം ഒന്നിച്ചു വെച്ച് അങ്ങനെയൊന്നുമല്ല. ഇന്നും അങ്ങനെ തന്നെയാണ് പോണത്. ഇവിടെ പ്രധാനമായിട്ടും പഴങ്കഞ്ഞിയാണല്ലോ. അത് എന്തൊക്കെ ഉൾപ്പെടുത്തിയാണ് പഴങ്കഞ്ഞിയിൽ കറികൾ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും കൊടുക്കുക? ഇവിടെ കറികളെന്ന് പറയുമ്പോഴത്തേക്ക് കിഴങ്ങ്, ചോറ്, കിഴങ്ങൊക്കെ തലേ ദിവസം എല്ലാം വേവിച്ച് വെച്ചേക്കും. വേവിച്ച് വെച്ചിരുന്നിട്ട് നല്ല കട്ട തൈര് സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ച് അതിനെ കാച്ചി വറ്റിച്ചേ എടുക്കുള്ളൂ. കാച്ചി വറ്റിച്ച് പിന്നെ ഉണ്ടമുളക് എരിവെള്ള മുളക്, അത് മീൻകറി, ചമ്മന്തി, കരുവാട്, അച്ചാറൊക്കെ ഞങ്ങളിവിടെ ഇടുന്നതാണ്. വേറൊന്നും മേടിക്കില്ല. സാമ്പാർ, രസം, പുളിശ്ശേരി, ഇത്രയും കൂട്ടങ്ങൾ. 6 മണി തൊട്ട് ആളും വരും. രാവിലെ 6 മണിക്ക് ഭക്ഷണം കിട്ടും. ഗൾഫിൽ നിന്നൊക്കെ വരുന്ന മക്കളുമാര് 4 മണിക്കൊന്നും എന്നെ ഫോൺ ചെയ്തിട്ട് ഇവിടെ വണ്ടി ഇട്ടുകൊണ്ട് കിടക്കും. ഞാൻ 5 മണിയായി തുറന്ന് തീയൊക്കെ കത്തിച്ച് വരുമ്പോഴത്തേക്ക് അവർ കയറി ഒന്ന് നമ്മളങ്ങ് വടക്ക് പോകാനുള്ളതാണ്. പഴങ്കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ പോകണം. എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അങ്ങനെ വരെ പോണ കടയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം അടയ്ക്കാൻ ഒക്കൂല. എല്ലാ ദിവസവും ഞാൻ ഇവിടുന്ന് മരിച്ചാണ് എന്നെ ആശുപത്രി ഇപ്പൊ കൊണ്ടുപോയത്. എന്നിട്ട് പോലും കട അടച്ചിട്ടില്ല. ഈ കടയാണ് എൻ്റെ ജീവൻ. പൈസ മാത്രമല്ല മക്കളെ, അനേകം മക്കള്, 100 കണക്കിന് ആമക്കൾ എൻ്റെ മുമ്പ് കയറി വരും. അവരെ മുമ്പ് വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, എൻ്റെ മോന് കൊടുക്കുന്നതാണ് ഞാൻ. ആത്മാവിന് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് മോനെ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. ഈ ഇരുന്ന് നിരങ്ങണമെങ്കിലും ഞാൻ ചെയ്യുന്നത് അതാണ്. ഈ മക്കളുമാരെല്ലാം വന്ന അമ്മ എന്ന് പറഞ്ഞ് ഓടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു, അപ്പം മോനില്ലാത്ത ഒരു വിഷമവും ഞാൻ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ല മക്കളെ. ഈ 9 വർഷം കൊണ്ട് എന്റെ മോനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ജോലിയുടെ തിരക്കിൽ അങ്ങനെയാണ് ഈ ആമക്കള് കയറി എൻ്റെ അടുത്ത് വരുന്നത്. ഇന്നും അത് തന്നെ വന്നാൽ തന്നെ അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് വിളമ്പിക്കൊണ്ട് വെച്ച് തിന്നാം. ഭയങ്കര തിരക്കൊക്കെ വരുമ്പം അവരാണ് കയറി വിളമ്പിക്കൊണ്ട് വെച്ച് തിന്നെയും. അത്ര സ്വാതന്ത്ര്യമുള്ള ഒരു വീടാണ്. അവരെ അമ്മയാണ്, എല്ലാരെയും അമ്മയാണ് ഞാൻ. അങ്ങനെ തന്നെയാണ് ഇന്ന് വരെയും. നമ്മളിപ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കാശില്ലാത്ത ഒരാൾ വന്നാലും നമുക്ക് ഇവിടെ ധാരാളം ഞാൻ കൊടുക്കും. നമ്മൾ കൊടുക്കുന്നുണ്ട് മക്കളെ. ആരെങ്കിലും അങ്ങനെ വിശന്ന് വന്ന മോനെ കൊറോണ കാലം സമയത്ത് ഇവിടെ ഉണ്ടല്ലേ ഭക്ഷണം. പിന്നെ കൊറോണ കാലത്ത് അങ്ങ് അടച്ചിട്ടിട്ടപ്പോ ഈ ആശുപത്രിയിലേക്ക് എല്ലാരും അങ്ങ് ക്വാറന്റീനായി. ഭക്ഷണം എവിടെ നിന്ന്? ആശുപത്രി അങ്ങനെ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ 3 നേരവും ഭക്ഷണം
കൊടുക്കും. ഇവിടെ അന്ന് 2 ജോലിക്കാർ നല്ല സ്ട്രോങ് പിള്ളേരുണ്ടായിരുന്നു. അന്ന് എനിക്കും ഈ കട നടത്താനുള്ള തൻ്റെ ഇടമുണ്ട്. ആവത് കെട്ടിട്ടില്ല. ഈ വരുന്നവർക്ക് ഇല്ല മിറ്റത്ത് വന്ന് മോനെ പോലത്തെ മക്കളുമാർ കടയിലകത്തിരുത്തി കൊടുത്തു. പിന്നീടായപ്പോൾ നമ്മക്കാർക്കും കൊറോണ വന്നില്ല മക്കളെ, ഞങ്ങൾക്ക് 3 പേർക്കും കൊറോണ വന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞു, ചേച്ചി നിങ്ങൾ സമാധാനപ്പെടി, നമുക്ക് വിശപ്പിന് ആണ് നമ്മൾ ആഹാരം കൊടുക്കുന്നത്. മേലിരിക്കുന്ന അമ്മയ്ക്കറിയാം. ഏറ്റവും വലുതെന്ന് പറഞ്ഞ ഒരു വിശപ്പാണ് മനുഷ്യൻ്റെ. അല്ലെ, വിശപ്പെടുക്കുന്നതിന്റെ കഷ്ടപ്പെടുന്ന ഉള്ള കൂട്ടാങ്ങളും ഉള്ളത് മതി. അന്ന് സാധനങ്ങൾ ഇഷ്ടംപോലെ കിടന്ന് നമ്മുടെ കൈവശം ശരിക്കും അരിച്ചാക്കൊക്കെ ശരിക്കും കിടക്കായിരുന്നു. തീരണവരെ വേവിക്കാന്ന് പറഞ്ഞു വരും. പൊതിഞ്ഞ് വെളിയിൽ കൊടുക്കും. ഞാൻ അങ്ങനെ വരെ പൈസക്കല്ല മക്കളെ, പൈസ മാത്രമല്ല വിശപ്പിന്റെ വില അതറിഞ്ഞു തന്നെയാണ് കൊടുത്തത്. അങ്ങനെ ആ കൊറോണ കാലം ഞങ്ങള് ഓരോ അത്യാവശ്യം ഹോസ്പിറ്റലിലൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഒരു പയ്യൻ പിന്നെ ഇത്തിരി വണ്ടിയൊക്കെ എടുക്കാറായപ്പോഴത്തേക്ക് ആറ്റങ്ങിയൊക്കെ കറങ്ങി പോയിട്ട് മോൻ്റെ അത്രയുണ്ട്. ഇവിടെ വന്ന് ശരീരം തളർന്ന് വീണ് വിശന്ന് ഓടിച്ചെന്ന് പിള്ളേരടുത്ത് വെച്ച് ആ ബെഞ്ചിലോട്ട് കിടത്തിയിട്ട് വെള്ളം കൊടുത്തു. ഇപ്പോൾ പറഞ്ഞു പിന്നെ തലേ ദിവസമേ ഒന്നും കിട്ടിയില്ല ഈ കൊച്ചിന്. ഒരു ഗ്ലാസ് വെള്ളം ഒരു വീട്ടിൽ ചെന്നാൽ കൊടുക്കൂല. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നല്ലേ? ഭയങ്കര. അത് എപ്പോഴും ഞാൻ ചിന്തിക്കിയിരുന്നു. ഈ മക്കളുമാര് ഒരു ചോറ് കളയുമ്പോ ഞാൻ പറയും, ആ കാലം മറക്കല്ലേ, ആവശ്യത്തിന് മേടിച്ച് കഴിക്കുക. നിങ്ങൾ പൈസ തരണത് തന്നെ, പക്ഷെ നിങ്ങൾക്ക് കളയാൻ ഞാൻ തരൂല. വേറൊരാളെ വെച്ചക്കൂടെ അടക്കാമോ? 70-80 രൂപയല്ലേ മക്കളെ, അന്നത്തിന് നിങ്ങൾ വില കൽപ്പിക്കണം. ഇനിയും ഇത് വന്നുകൂടാന്നില്ല എന്ന് പറഞ്ഞാണ് ഈ പിള്ളേർ ഓരോന്നിനെ വരട്ടി ആഹാരം കൊടുക്കണത്. ചില പിള്ളേർ മേടിച്ചു പകുതി കളഞ്ഞിട്ട് തിന്നടാന്ന് പറയും. പറയാ തള്ള കൊല്ലും, അവിടെ നമുക്ക് തിന്നിട്ട് പോവാ. അങ്ങനെയാണ് ഈ മക്കളെയൊക്കെ ഞാൻ സ്നേഹിച്ചു വളർത്തുന്നത്. അത് ആ സ്നേഹം തന്നെ. എനിക്ക് അന്യതായിട്ടൊന്നും തോന്നുന്നു. ഇവിടെ പോലീസ് വന്നാലും ഞാൻ അവർ വന്നാലും വരുന്നത് എല്ലാവരും അവരെ വീടാണ്. ഈ ഭക്ഷണ കറികളിൽ ഉൾപ്പെടുത്തുന്ന പൊടിയൊക്കെ സ്വന്തമായിട്ടാണോ തയ്യാറാക്കുന്നത്? തന്നെ. അത് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. നമ്മള് വരവ് ഇതുവരേക്കും പഠിച്ചിട്ടില്ല. നമ്മളെ വീട്ടിൽ പഠിച്ചിട്ടില്ല. നമ്മൾ കടയിൽ എല്ലാം ചാക്കണക്കിന് ഇതെടുത്ത് പൊടിപ്പിച്ച് മഞ്ഞൾ, മല്ലി, മുളക്, ഉലുവ ഇങ്ങനെയുള്ള എല്ലാം വറുത്ത് പൊടിച്ച് തയ്യാറാക്കുക. മീനിനൊക്കെ തന്നെ കുരുമുളകും അല്ല നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. കുരുമുളക് മേടിച്ച് നമ്മളെ വീട്ടിലുള്ളപ്പോഴത്തേക്ക് അങ്ങ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും കൊണ്ടുവരുവാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വിറ്റുകൊണ്ട് ഇപ്പോൾ കടകളിൽ നിന്ന് കിലോ കണക്കിന് വാങ്ങിച്ച് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കട വലിയ ലുക്കില്ലെങ്കിലും ആഹാരം നന്നായി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയും 5 സ്റ്റാർ ഹോട്ടലാണ് മക്കളെ. പറയും അമ്മ ഇത് മാറ്റല്ലേ എന്നാണ് എല്ലാ പിള്ളേരും പറയുന്നത്. ഇതെന്ന് വെച്ചാൽ പ്രകൃതി ഭംഗി കണ്ടിരുന്ന ആഹാരം കഴിക്കാൻ്റെ ഒക്കെ അമ്മ കാറ്റ് കൊണ്ട്, അതുകൊണ്ട് ഇത് ഒരിക്കലും മാറ്റരുത്. ഞാൻ പറയും എനിക്ക് വയ്യ, നിങ്ങളിവിടെ ആരെങ്കിലും കൊണ്ട് വായിച്ചു നോക്കി നമ്മളൊന്ന് വരി തിന്നിട്ട് പോവാന്നാണ്. അത്ര ഇതാണ്. ഇന്ന് വരെ അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ജീവിക്കും. അടുത്ത ദിവസം നമ്മളിപ്പോൾ 6 മണിക്ക് പഴങ്കഞ്ഞി കൊടുക്കണമെങ്കിൽ ഇന്ന് തലേദിവസം തന്നെ എല്ലാം വേവിക്കും മക്കളെ, എല്ലാം. ഒന്നും പിന്നെ അല്ല പിറ്റേന്ന് വേവിക്കാനല്ലേ. പഴങ്കഞ്ഞി ആയതുകൊണ്ട് പിറ്റേന്ന് വൈകിട്ട് വരെയും പഴങ്കഞ്ഞി കാണും. 6 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അതിന് മുമ്പ് വരും പാഴ്സലിനൊക്കെ. പഴങ്കഞ്ഞി പാഴ്സൽ കൊടുക്കാൻ പറ്റും. പാഴ്സൽ കൊടുക്കും, ഇഷ്ടംപോലെ കൊടുക്കും. പിന്നെ കവറിൽ കെട്ടി കറികളെല്ലാം കെട്ടി ഞാൻ കൂടുതലും നമ്മൾ നേരിട്ട് വന്ന് കഴിക്കുന്നതാണ്. പാഴ്സൽ അങ്ങനെ കണ്ടിട്ടില്ല. പാഴ്സൽ കൊണ്ടുപോകും. ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ 10, 20, 15 അങ്ങനെ പാഴ്സൽ. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അവരത് വിരുന്ന് വെച്ചങ്ങ് കുടിക്കും. തൈരൊക്കെ തന്നെ നല്ല തണുത്ത കട്ട തൈരല്ലേ, അത് ചേർത്ത് കഴിക്കാനായിട്ട് അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വയറിനൊക്കെ നല്ലൊരു തണുപ്പും ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും കിട്ടാമല്ലോ. പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി, മുളക് കിലോ കണക്കിന് വാങ്ങിച്ച് പഴുത്ത മുളക് അച്ചാറിട്ട് വെക്കും. അച്ചാറിട്ട് വെച്ചിട്ട് അത് അരയ്ക്കും. അതും പുളിയും എല്ലാം കൂടെ അതിനൊരു കൂട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് അരയ്ക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ തന്നെ ചേർത്താണ് അരയ്ക്കുന്നത്. എത്ര വില കൂടിയാലും വെളിച്ചെണ്ണയെ ചേർക്കാവുള്ളൂ. അതിനാണ് ഇവിടെ അടി കൂടുന്നത്. അതെന്താ അപ്പം തിന്നാൻ വേണം, ദോശ തിന്നാൻ വേണം, ചോറിന് വേണം. ആൾക്ക് വീടുകളിൽ കൊണ്ടുപോകണം. ഇത് കാണുമ്പോൾ ഭയങ്കര വിലയാണ്. അതെ. 1-2 വർഷങ്ങൾ കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെ ഇവിടെ ഭക്ഷണം കിട്ടുമോ? ഇതേ ക്വാളിറ്റിയിൽ ഞാൻ ജീവിച്ചിരിക്കും കാലം എനിക്ക് നടത്തണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ വീണുപോയപ്പോ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് അവശതയാലല്ല, പക്ഷെ എൻ്റെ കട പോകുമെന്നുള്ളൊരു ഇതാണ്. എത്രയോ എണ്ണം ഭക്ഷണം കഴിക്കുന്ന ഒരു അപ്പോഴും എനിക്ക് ഇവിടെ നിന്ന് ഒരു ഓർമ്മയില്ല. പിന്നെ 2 മിനിറ്റ് കൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടത്. വെന്റിലേറ്ററിലായിരുന്നു. 15 ദിവസം കിടന്നു.
ഈ പിന്നെ കിടന്ന് ബോധമൊക്കെ വീണപ്പോഴും കടയെക്കുറിച്ചായിരുന്നു ചിന്ത. അപ്പോഴേ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടത്. ഒരിക്കലും അമ്മ നമ്മൾ വിടൂല. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിടൂലമ്മ. അതൊക്കെ പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾ മാറി കിടക്കണമല്ലോ മക്കളെ. പിന്നെ പരീക്ഷണം വന്നാലും നമുക്ക് മുന്നോട്ട് വരണം. കുറെ കൂടെയൊക്കെ ഇങ്ങനെ പോണമെന്നാണ് ആഗ്രഹം. അതിന് ദൈവം സമ്മതിക്കണമെങ്കിൽ സമ്മതിക്കണം. അമ്മയെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ശ്യാമള. മുന്നേ ഈ ഒരു ഭക്ഷണം എന്തെങ്കിലും പരിചയമുണ്ടോ? എന്തെങ്കിലും കട നടത്തി സംരംഭങ്ങൾ നടത്തി? ഇല്ല, ഞങ്ങളെ വീട്ടിലൊക്കെ നല്ല ഭക്ഷണം വെച്ചാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നത്. കൂട്ടുകുടുംബങ്ങളും ആ ഒരു അനുഭവ അനുഭവത്തുണ്ട്. അതേ രീതിയിൽ തന്നെ ഇവിടെയും കൊടുക്കുന്നു. വീട്ടിൽ നമ്മള് നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കുന്ന ഇവിടെ ഈ മോന്റെ കൂട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഭക്ഷണങ്ങളൊക്കെ മിക്ക ദിവസങ്ങളിലും വെക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കൊച്ചുങ്ങള് പഴങ്കഞ്ഞി താല്പര്യം കാണിക്കുന്നത്. പഴങ്കഞ്ഞി കട തുടങ്ങുമ്പോന്ന് പറഞ്ഞാൽ അന്നേരം ആ ഉളിയ നിന്ന സമയത്ത് പറയുകയും ചെയ്ത് അതുകൊണ്ട് ഞാൻ ജീവിക്കണം മക്കളെ. ഇതിന്റെ വരുമാനത്തിലല്ലേ ഞാൻ ജീവിക്കുന്നത്. അതെ. ഒപ്പം ഇവിടെ ജോലി ചെയ്യുന്നവരുടെ അവരുടെ ഫാമിലിയും അല്ലേ, കുടുംബവും കഴിഞ്ഞു പോകുന്നു. എത്ര കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നു മക്കളെ. മീൻകാരായാലും കടക്കാരായാലും ജോലിക്കാരായാലും എല്ലാം അല്ലേ. അങ്ങനെയുള്ള ഒരുപാട് പേര് ഒരു സ്ഥാപനം കൊണ്ട് അവർക്കൊരു ജീവിതത്തിൽ ഉപയോഗം വരുന്നുണ്ട്. ഇവിടെ ആ മീൻകാർ മോനൊക്കെ സ്ഥിരം എത്ര 1000 രൂപ നമ്മൾ മീൻ എടുക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ആ സ്വന്തം വീട് പോലെ വന്നെല്ലാം നോക്കുന്നത്. ഇതിൻ്റെ കൂടെ വേറെയും ഒരു മോനുണ്ട്, അതും അതുപോലെ തന്നെയാണ്. എല്ലാ മക്കളും വ്യത്യാസമില്ല മക്കളെ. നീ ഇപ്പൊ ഇവിടെ ഉള്ളതാണ്. ആ ഒരു പരിഗണന ഇവിടെ വരുന്ന എല്ലാവർക്കും ആ ഒരു രീതിയിൽ തന്നെയാണ്. സ്വന്തം വീട്ടിലെ കുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്, ഭക്ഷണം കൊടുക്കുന്നത്. കൊള്ളാം, സ്വന്തം വീട് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കയ്യൊഴിവില്ല. ഞാനാണ് വിളപ്പിക്കൊണ്ടിരിക്കുന്ന പിള്ളേർ കയറിയെന്ന്. വെളിയിൽ നിന്നുള്ള പിള്ളേരാണെങ്കിൽ പാടാണ്. ഒരു പാത്രം എടുത്തോളം കോരിക്കൊടി തിന്നടാ എന്ന് ഞാൻ പറയും. ഒന്ന് കറങ്ങാതെ ചിലപ്പോൾ സ്ഥലം കാണൂല. ചിലപ്പോ ലൈലൊക്കെ ഇവിടെയൊക്കെ ഇരിക്കും അവര് കൈ കൊണ്ടുവച്ച് അവർക്ക് വേണമെന്ന് കോരിക്കൊണ്ട് വെച്ച് അത് തിന്നിട്ട് പൈസയും തന്നിട്ട് പോകും. അങ്ങനെയൊക്കെ വിശപ്പടങ്ങിയാ പോരെ, അല്ലേ? ഈ ഹോട്ടലല്ലല്ലോ വീട്. ഹോട്ടലായിട്ട് കണക്കാക്ക അല്ല, ഹോട്ടലല്ല, ഇത് വീടാണ്. ഒരു അമ്മേടെ അടുത്ത് മക്കളമാര് ആഹാരത്തിന് വരണം, അത്രയേ ഉള്ളൂ. അതേപോലെ വരുന്നവരെല്ലാരെയും സ്വന്തം മോനെ പോലെ കണ്ടു തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതേപോലെയാണ്. മഴക്കാലത്ത് നമുക്ക് പഴങ്കഞ്ഞിക്ക് ചിലവുണ്ട്. നമ്മള് വിചാരിക്കും പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് ചൂടുകാലത്താണ് പഴങ്കഞ്ഞിക്ക് അധിക ചെലവെന്ന് കരുതുന്നത്. പഴങ്കഞ്ഞിക്ക് ഈ മഴക്കാലത്ത് വരും. മഴക്കാലത്തായാലും അതിനൊരു ഡിമാൻഡ് ഉണ്ട്, ആൾക്കാർ അന്വേഷിച്ച് വരുന്നുണ്ട്. ശരിയാ, ഒട്ടും മഴയത്തായാലും വരുന്നുണ്ട്. കാപ്പിയേക്കാളും പഴങ്കഞ്ഞി ഭൂരിപക്ഷം പിള്ളേർ പറയുന്നത് അങ്ങനെയാണ്. അമ്മേരെ ഒരു പഴങ്കഞ്ഞി കുടിച്ച പിന്നെ അത് ഒന്നും വേണ്ടല്ലേ, അങ്ങനെയാണ് പറഞ്ഞോണ്ട് പോണത്. അവര് പറയുന്നതല്ലേ നമുക്കറിയാം. അമ്മ കാര്യമായിട്ടൊന്ന് ഈ ഒരു കടയിലേക്ക് വരണമെങ്കിൽ അതിനുള്ള ഒരു വഴി എങ്ങനെയാ നമ്മള് പറഞ്ഞു കൊടുക്കുക? മക്കളെ തിരുവനന്തപുരത്ത് നിന്ന് വരണമെങ്കിൽ വെഞ്ഞാറമൂട് കഴിഞ്ഞ് വാമനപുരം കഴിഞ്ഞ് കാര്യമായിട്ട് വന്നിട്ട് ഇടത്തോട്ടുള്ള റോഡേ വരുമ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ട്രാൻസ്ഫോമർ കഴിഞ്ഞ് ഇത്തിരി മുമ്പോട്ട് വരുമ്പോൾ ആദ്യത്തെ വലത്ത് തിരിവ്, അവിടെ നിന്ന് ആ റോഡിൽ നഗരൂര് റോഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ കട കാണാം. അതായത് നഗരൂര് പോകുന്ന റോഡല്ലേ ഇത്? ആ റോഡ് നഗരൂര് പോകുന്ന റോഡാണ്. അതിലേക്ക് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കടയിലേക്ക് ആ മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഗേറ്റ് തുറന്നിട്ടിട്ടുണ്ട്, അത് കാണാം. പിന്നെ മുമ്പോട്ട് വന്നാണെങ്കിൽ കിളിമാനൂരിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വലതുവശത്ത് കിളിമാനൂരിൽ നിന്ന് വരുമ്പോൾ കാര്യമായിട്ടൊന്ന് വലതുവശത്തേക്കുള്ള റോഡ് വരുമ്പോഴത്തേക്കും ഈ ഒരു കട. അല്ലെങ്കിലും കാര്യമായിട്ട് ഒന്ന് ഇറങ്ങി പഴയക്കട ഏതെന്ന് ചോദിച്ചാൽ അറിയാം, എല്ലാവർക്കും അറിയാം. ദൂരത്തുനിന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കൊന്ന് വിളിച്ച് അന്വേഷിക്കാനായിട്ട് ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോട്ടെ? കുഴപ്പമില്ലല്ലോ. ഇപ്പം എല്ലാ നാടും അറിഞ്ഞ നമ്പർ. ചിലപ്പോൾ ഒരുപാട് പേരൊക്കെ ഉണ്ടെങ്കിൽ പറയാം, അമ്മ നമ്മൾ ഇന്നടത്ത് വരെയാണ് എല്ലാം തയ്യാറാക്കി ഭക്ഷണം മാറ്റി വെച്ചേക്കണേന്ന് പറയുന്നത്. നമ്മളെ അവിടെ കോടതിയിൽ നിന്നൊക്കെ വരും. ഒരു തോന്നിയ പേര് ഒരു ഉച്ച നേരത്തെ. നമുക്ക് ഇത്ര സ്ഥലമല്ലേ ഉള്ളൂ, പരിമിതിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട്. അപ്പൊ അവരെല്ലാം സന്തോഷിച്ച് കുടിക്കാനാണ് പെണ്ണും ആണും എല്ലാവരും കൂടെ വരും. അപ്പോഴും വിളിച്ചു പറയും. നമ്മളതെല്ലാം റെഡിയാക്കി
തയ്യാറാക്കി അവർ വരുമ്പോഴത്തേക്ക് കൊടുക്കാനുള്ള പാകത്തിൽ. ഒരു മണിക്കൂറല്ലേ അവർക്ക് കിട്ടുന്നത്. ആ ശരിയാ, ഈ സമയപരിധി ഉണ്ടല്ലോ. പിന്നെ എല്ലാം ഈ കിളിമാനൂരിന്നൊക്കെ പഠിച്ച എല്ലാവരും വരും, പാഴ്സൽ എടുക്കാനും വരും എല്ലാവരും. അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാവരും. എല്ലാ മക്കളും വരും. അതിലുള്ള കൂടുതലും ഇപ്പം ജോലി കിട്ടിയ മക്കളുമാരൊക്കെ ഇവിടെ കിടന്ന് കളിച്ച് ഇതിനൊക്കെ വന്നു. ചില എൻ്റെ ഒരു മോൻ ഇവിടെ സാധനം വന്ന് കിടന്ന അവനാണ് പറക്കി അങ്ങ് അരിച്ചാക്കൊക്കെ പിടിച്ച് അങ്ങോട്ട് വയ്ക്കും. ആ പോലീസിൽ ഇപ്പൊ ജോലി കിട്ടിയ മക്കളവര് എന്നാൾക്ക് മറ്റവരുടെ പറയും എന്നെ കൊണ്ടിട്ട് അരി അമ്മപ്പിച്ചല്ലേ എല്ലാം ശരിക്ക് തരട്ടെ. ആരും നോക്കി നിൽക്കുക. അത് പണ്ടോട്ടേയുള്ള പരിചയവും അവർക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാവരും പരമാവധി സഹായിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒപ്പം നിൽക്കുകയാണ്. ഇവിടെ ഈ വലിപ്പ ചെറുപ്പമില്ല. എനിക്ക് ഈ അമ്മ അങ്ങനെ കണ്ടിട്ടുമില്ല. അവരും എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഈ താഴെ കട കോടീശ്വരും ഒരേപോലെയാണ്. മനുഷ്യരായിട്ട് കാണുക എല്ലാവരെയും. നിന്റെ പണം കൊണ്ട് നീ ജീവിക്കണം. അവനിപ്പോ പണം കാണൂല. അവനും മനുഷ്യൻ, നീയും മനുഷ്യൻ. അതാണ് എന്റെ കാഴ്ചപ്പാട്. നമ്മളങ്ങനെ സാമ്പത്തികത്തിന്റെ നില വെച്ച് വ്യത്യാസമൊന്നും കാണാറില്ല ഒരിക്കലും. പെണ്ണിനെ ആണിനെ ഞാൻ കാണൂല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പാവപ്പെട്ടവളാണ്. അതുകൊണ്ട് അത് ആ കണ്ണുകൊണ്ടേ ഞാൻ എല്ലാവരെയും കാണുക, എല്ലാവരെയും ബഹുമാനിക്കേണ്ട. എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരേ ഭക്ഷണം കൊടുക്കാനുള്ള ആ ഒരു രീതി കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. ഓടി കയറിയെന്ന് അമ്മ തന്റെ രഹസ്യമായിട്ടൊന്നും പൈസ പഴമഞ്ഞ് കൊടുക്കും. ഞാൻ അകത്തങ്ങനെ മക്കളെ അവൻ പൈസ തന്നു പോട്ട്. അവരറിയില്ല. മനസ്സിലായി. അത് ആ ഒരു വിശ്വാസത്തിൽ വന്ന് അമ്മയോട് പറയുന്നതാണ്. അമ്മേനെ അറിയാവുന്നവര് അറിഞ്ഞൂടാത്തവര് വന്നാൽ പോലും ചിലപ്പം കൊറോണ സമയത്തൊക്കെ ഒരുപാട് പേരൊക്കെ ഞാൻ അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് സാമ്പത്തികമായിട്ടും ജോലിയൊന്നും ഇല്ലല്ലോ, ആർക്കും തൊഴിൽ ചെയ്യാനും പൈസയൊന്നും പോകൂല. നിങ്ങൾ ഒരു പയ്യങ്ങ് വിശന്ന് തളർന്നു വന്നു കാണാൻ പറയും. ഒരു VIP കൊച്ചാണ് കേട്ടോ. അത് ഈ ബിസിനസിന്റെ ഇതിനൊക്കെ ഇറങ്ങിയതാണ്. നമ്മൾ ഒരാളെ ഏകദേശം ഒരു പിടുത്തം കിട്ടുമല്ലോ. പൈസ ഇതിലിട്ടാർക്ക പോണില്ല. ഇരിയിടാന്ന് പറഞ്ഞു. അങ്ങ് പോയി പിടിച്ചുകൂടെ കൊണ്ടുവന്നിരുത്തി തിരുത്തി ഭക്ഷണം കഴിയെന്ന് പറഞ്ഞു. ഇവിടെ നിനക്ക് വിശപ്പനല്ലേ ആഹാരം മക്കളെ, ഇരിയെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയാണ് ഇരിയിടാന്ന് കൊടുത്തിട്ട് സത്യത്തിൽ സങ്കടം വന്ന് ചെറുക്കൻ കരഞ്ഞു. അതൊക്കെയാണ് മക്കളെ നന്മകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആഹാരത്തിന്റെ വില അതാണ്. അല്ല മനുഷ്യന്റെ വിലയല്ല. മനുഷ്യന് ചവറണക്കത്തെ മനുഷ്യനെന്തര്. എനിക്ക് അങ്ങനെയല്ല. മൃഗങ്ങളായാലും എനിക്കൊരു പട്ടിക്കുട്ടുണ്ട്. അവൻ വെച്ചെന്നാൽ ഞാൻ കരയും. എനിക്ക് സങ്കടം വരും. അങ്ങനെയാണ് നമ്മളൊക്കെ ജീവിച്ചതും അങ്ങനെയാണ്. നമ്മളെ വീട്ടുകളിലും അങ്ങനെയാണ്. മൃഗങ്ങളെ മനുഷ്യനെ ഒരേപോലെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ മക്കളൊന്നും വിശക്കാൻ പാടില്ല എന്നാണ് എൻ്റെ. ഇവിടെ വന്നാൽ തന്നെ നിറച്ച് കുടിച്ചോളണം കേട്ടാ. അല്ലാതെ എൻ്റെ പൈസക്ക് കുറച്ച് കഴിച്ചാൽ മതി എന്നല്ല ഞാൻ പറയണത്. ആവശ്യമുള്ള കഴിച്ചിട്ട് കിട്ടുള്ളൂ. പിള്ളേരുടെയും പറയും തൈര ചമ്മന്തി കരുവാട് ആവശ്യമുള്ള കൊടുക്കണം. അവർക്ക് സംതൃപ്തിയോടെ അവർ പോകണം അല്ലേ? അതാണ് അതിന്റെ ശരിയായ വശം. അപ്പൊ മക്കളും പറയും അമ്മ ഒത്തിരി തന്നാ മതി. അതിൻ്റെ ഇടയിൽ ഞാനൊരു വാക്ക് പറഞ്ഞു. അത് എല്ലടമായി. ഞാൻ പറഞ്ഞു മക്കളെ പഴങ്കഞ്ഞിയും കൊടുക്കണം, അതിലല്പം സ്നേഹവും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ആ വയറ് നിറഞ്ഞു എന്ന്. എന്റെ ഞാൻ ഇതേപോലെ എടുക്കണമെന്ന് അറിയണില്ല കേട്ടാ. ഞാൻ പറഞ്ഞിട്ട് കള്ളി അത് എല്ലാരും നമ്മ സ്നേഹമുള്ള പഴങ്കഞ്ഞി കുടിക്കാനാണ് വന്നതെന്ന്. അമ്മ അത് തന്നെയാണ് അമ്മക്കും ആവശ്യം എന്നും പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ മക്കളുടെ മൊത്തം കാര്യങ്ങൾ പറഞ്ഞതാണ്. ഓരോ നടന്ന കഥകൾ സത്യസന്ധതയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് കൊണ്ടുപോകണം എന്നാണ് മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഇനിയും മുന്നോട്ട് പോട്ടെ. മറ്റുള്ളവർക്കൊരു നല്ല സഹായം പോലെയാണല്ലോ. നമ്മുടെ വിശപ്പായിട്ട് വരുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഇവിടെ മനസ്സുള്ള ആളുണ്ട്. വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനി എന്ത് വേണം? അത് നല്ലതുപോലെ കൊടുക്കണമെന്ന് എനിക്ക് ഈ ജോലിക്കാരെ തന്നെ ഞാൻ വഴക്കുറയണതാണ്. നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണല്ലേ, നിങ്ങൾ അവർ ചോദിക്കുന്നത് എന്തും കൊടുക്കുക. ആ ഒരു പോളിസിയാണ് എൻ്റെത്. ശരിയാ. ഇവിടെ പഴങ്കഞ്ഞിയോടൊപ്പം എന്തൊക്കെ ഐറ്റംസാ കൊടുക്കുന്നത്? ഞങ്ങൾ കപ്പ കൊടുക്കുന്നുണ്ട്, മീൻകറി, പിന്നെ ചമ്മന്തി, അച്ചാറ്, കരുവാട്, പിന്നെ ഒരു പച്ചമുളക് ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ പഴങ്കഞ്ഞിയോട്. പിന്നെ തൈരുണ്ട്, കട്ടത്തൈര്. ഇത്രയാണ് നമ്മുടെ പഴങ്കഞ്ഞിയുടെ സ്പെഷ്യൽ ഐറ്റംസ്. ഇവിടെ വർക്ക് ചെയ്യുന്നതാണോ? അതെ. എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു മാസമായി. ഇത് തയ്യാറാക്കാനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ? ഞങ്ങളൊക്കെ തന്നെ. ഞാൻ മാത്രമല്ല, വേറെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് തയ്യാറാക്കുന്നത്. അപ്പം ഒരുപാട് പേര് വരുന്നുണ്ട് കഴിക്കാനായിട്ട്. ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും.